ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാണ് ജയന്തി പട്നായിക്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് കൃത്യമായി തന്നെ SCERT ബേസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വനിതകളാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിയത്. അപ്പോൾ 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇനി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ 1992 ജനുവരി 31-നാണ്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക് ആണ്. ഇനി നിലവിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് വിജയ കിഷോർ റഹ്കർ ആണ്. വിജയ കിഷോർ റഹ്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ കൂടി പഠിച്ചു വെക്കുക. വിജയ കിഷോർ റഹ്കർ ആണ്. ഇനി സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ചോദിച്ചാൽ ആരായിരുന്നു? പ്രഥമ അധ്യക്ഷ അത് സുഗത കുമാരി ആയിരുന്നു. സുഗത കുമാരി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ചോദിച്ചാൽ അത് സുഗത കുമാരി ആയിരുന്നു. ഇനി സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? അത് പി സതീദേവിയാണ്. പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ. പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ. അപ്പോൾ കൃത്യമായി തന്നെ പഠിക്കുക. ഇനി നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ചോദിച്ചാൽ ഏതാണ്? അത് ആരവല്ലിയാണ്. ആരവല്ലി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര അല്ലെ. അപ്പൊ പഴക്കം ചെല്ലുന്തോറും എന്താണ്? നമ്മുടെ പല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പല്ല് എന്നതിൽ നിന്ന് വല്ലി കണക്ട് ചെയ്ത് വെച്ചൂടെ? പല്ല് വല്ലി. പഴക്കം ചെല്ലുമ്പോൾ നമ്മുടെ പല്ലൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അപ്പൊ ഞാൻ പറഞ്ഞു അനുയാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് കോഡുകൾ ഇതുപോലെ മുൻകാല ചോദ്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. എങ്ങനെ കണക്ട് ചെയ്തു പോവാം? അപ്പോൾ അനുയാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ് എന്നോർക്കാം. ആ രീതിയിൽ കണക്ട് ചെയ്യാം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. കോവിലൻ ആരുടെ തൂലികാ നാമമാണ്? കോവിലൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? VV അയ്യപ്പൻ. അപ്പൊ കോവിലൻ എന്ന് പറയുമ്പോൾ നമുക്ക് കോവിൽ കണക്ട് ചെയ്ത് വെക്കാം. അമ്പലത്തിലെ കോവിൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കോവിലിനുള്ളിലാണ് ആരിയ്ക്കുന്നത്? ദൈവം ഇരിക്കുന്നത് അല്ലെ. അയ്യപ്പൻ ഇരിക്കുന്നത് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അയ്യപ്പന്റെ വിഗ്രഹം എവിടെയാണ്? കോവിലിനകത്താണ്. അപ്പൊ VV അയ്യപ്പനാണ്. മാറിപ്പോവരുത്, ഇനീഷ്യൽ കൂടി ശ്രദ്ധിച്ചു വെക്കുക. VV അയ്യപ്പൻ. കോവിലൻ ആരുടെ തൂലികാ നാമമാണ്? VV അയ്യപ്പൻ. ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തി ആര്? ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി ചോദിച്ചാൽ അത് C രാജഗോപാലാചാരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തു പോവാം? അപ്പൊ ഭാരതരത്ന എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ള രത്നം എന്ന രീതിയിൽ കണക്ട് ചെയ്തു പോവാം. നല്ല ഭാരമുള്ള രത്നം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതും കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. കിട്ടിയത് മാത്രമേ ഉള്ളൂ അല്ലെ. അത് നമുക്ക് എന്താണ്? ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നല്ല ഭാരമുള്ള ഒരു രത്നമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? അങ്ങോട്ട് പോവാൻ വേണ്ടി സാധിക്കില്ല. പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന രീതിയിൽ കണക്ട് ചെയ്തു പോവാം. അപ്പൊ ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ അത് C രാജഗോപാലാചാരിയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്? അപ്പൊ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി എന്തു ചെയ്തു? ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു.
അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42. 1976 42 ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42 ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത്. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തില് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു അല്ലെ, മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 51A പ്രകാരം 10 മൗലിക കർത്തവ്യങ്ങളാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. അപ്പൊ കൃത്യമായി തന്നെ പഠിക്കുക. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു, മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തി. ലോകസഭയുടെ കാലാവധി എത്രയാക്കി? ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ 6 വർഷം എന്നുള്ളത് പിന്നീട് 5 വർഷം തന്നെയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 42 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു വെക്കണം? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42 ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു. എന്തൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭാഗം 4A 51A പ്രകാരം 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായിട്ട് ഉയർത്തി. പിന്നീട് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ 6 വർഷം എന്നുള്ളത്, ലോകസഭയുടെ 6 വർഷം എന്നുള്ളത് 5 വർഷം തന്നെ ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. അപ്പൊ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ ടോട്ടൽ 44 നദികളാണ്. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ 3 നദികളായിട്ടുള്ള കബനി, ഭവാനി, പാമ്പാർ. ഭവാനി, പാമ്പാർ എന്നീ നദികൾ എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. അപ്പൊ കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ അത് കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കാവേരിയുടെ പോഷക നദികളാണ്. കാവേരിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കാവേരിയുടെ പ്രധാന പോഷക നദികൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാവേരിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? കാവേരിയുടെ പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, പാമ്പാർ, അതുപോലെ തന്നെ അമരാവതി. അമരാവതി എന്നത് കാവേരിയുടെ പോഷക നദിയാണ്. കബനി, ഭവാനി, പാമ്പാർ, അമരാവതി എന്നിവ കാവേരിയുടെ പോഷക നദികളാണ്. കാവേരി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഇനി ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ അത് നർമ്മദയാണ്. നർമ്മദ. അപ്പോ ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ നർമ്മദയാണ്. പർവ്വതം ചോദിച്ചാൽ ഏതാണ്? പർവ്വതം അത് വിന്ധ്യ പർവ്വത നിരകളാണ്. വിന്ധ്യ പർവ്വത നിരകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തു പോവാം? വിന്ധ്യ പർവ്വത നിര പഠിച്ചു വെക്കുക. വിന്ധ്യ പർവ്വത നിര. അപ്പൊ VN എന്ന രീതിയിൽ കണക്ട് ചെയ്തു പോവാം. VN നദികളും പർവ്വതവും. എങ്ങനെയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത്? VN എന്ന ലെറ്റർ പോലെയാണ് എന്ന രീതിയിൽ. വിന്ധ്യ പർവ്വത നിരയാണ്, N നർമ്മദയാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോവുക. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ചോദിച്ചാൽ അത് വിസരണമാണ്. എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോ ആകാശത്തിന്റെ നീല നിറം നമ്മൾ എപ്പോഴാണ് ആസ്വദിക്കുന്നത്? നമുക്ക് വിസയൊക്കെ കിട്ടി നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോ വിസ എന്നതിൽ നിന്ന് വിസരണം കണക്ട് ചെയ്ത് വെച്ചൂടെ? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് വിസരണം. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഭാഗം 3-ലാണ്. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഗം 2-ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭാഗം 2-ൽ പറയുന്നത് പൗരത്വത്തെ കുറിച്ചാണ്. ഭാഗം 2-ൽ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 3-ല് മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4-ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭാഗം 4-ൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഭാഗം 4A-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? 4A-ലാണ്
മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലിക കർത്തവ്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് ഭാഗം 4A-ലാണ്. ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് USSR-ൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മാർബിളിന്റെ രാസനാമം. മാർബിളിന്റെ രാസനാമം ചോദിച്ചാൽ അത് കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? മാർബിൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി എങ്ങനെ കൊണ്ടുപോകുന്നത്? കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കാറിലാണ് കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിന്റെ രാസനാമം. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008. 2008-ലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂൾ ആണ്. ഊർജം, താപം, ഊർജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? താപം, ഊർജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂൾ ആണ്. താപം, ഊർജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂൾ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ അത് എർഗ് ആണ്. പഠിച്ചു വെക്കുക. ഊർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ അത് എർഗ് ആണ്. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ദേശീയ കർഷക ദിനം ചോദിച്ചാൽ എന്നാണ്? ഡിസംബർ 23. ദേശീയ കർഷക ദിനം എന്നാണ്? ഡിസംബർ 23 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ ചിങ്ങം 1 ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനം. അപ്പൊ ഡിസംബർ 23 ദേശീയ കർഷക ദിനമാണ്. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? നമ്മൾ പഠിച്ചല്ലോ. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? അത് സുഗതകുമാരിയാണ്. വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആയിരുന്നു സുഗതകുമാരി. നിലവിൽ P. സതീദേവിയാണ്. P. സതീദേവിയാണ് നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. 2005-ലെ വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2005-ലെ വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2002-ലെ വിവര സ്വാതന്ത്ര്യ നിയമമാണ്. 2005-ലെ വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2002-ലെ വിവര സ്വാതന്ത്ര്യ നിയമമാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1924 മുതൽ 1925 വരെയാണ്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് ആരാണ്? സവർണ ജാഥ നയിച്ചിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? നമ്മുടെ നെഹ്റു നമ്മുടെ പുന്നാര പ്രൈം മിനിസ്റ്റർ ആണ് എന്നോർക്കുക. പുന്നാര എന്നതിൽ നിന്ന് പുന്നമട കണക്ട് ചെയ്യാലോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? അയ്യങ്കാളി വെള്ളായണി കായലിലാണ്. വെള്ളായണി. അപ്പോ നമ്മുടെ നിറത്തിന്റെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോ അയ്യങ്കാളി നമ്മുടെ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പോൾ ഉയർന്ന വെള്ളക്കാർക്കെതിരെയാണ് എന്ന രീതിയിൽ വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ ഇപ്പോഴൊക്കെ പാർക്കിൽ പോയാൽ ഈ കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളെയാണ് അല്ലെ കാണുന്നത്. കൂടെയൊക്കെ ചൂടി കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളെ കാണാം എന്ന രീതിയിൽ അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്ന് കണക്ട് ചെയ്യാലോ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ചോദിച്ചാൽ അത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ ചോദിച്ചാൽ അത് നീലഗിരിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ്. ഏത് സംസ്ഥാനത്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ സുൽത്താൻപൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സുൽത്താൻ കണക്ട് ചെയ്യാം. സുൽത്താൻ ഭരണാധികാരി എന്ന രീതിയിൽ സുൽത്താൻ കണക്ട് ചെയ്ത് വെക്കാം. സുൽത്താൻ എന്തിലാണ് യാത്ര ചെയ്യുന്നത്? ആനപ്പുറത്താണ് എന്ന് കണക്ട് ചെയ്യാം. ആന എന്നതിൽ നിന്ന് ഹരിയാന എന്ന് കണക്ട് ചെയ്യാലോ. സുൽത്താൻ
യാത്ര ചെയ്യുന്നത് ആനപ്പുറത്താണ്. അപ്പോൾ സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക്കിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ചോദിച്ചാൽ അത് CK ലക്ഷ്മണനാണ്. CK ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി. അപ്പോ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ അതാരാണ്? ഇനി വനിത ചോദിച്ചാൽ ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അത് PT ഉഷയാണ്. PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണനാണ്. ആദ്യ മലയാളി വനിത ചോദിച്ചാൽ PT ഉഷയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ അത് മാനുവൽ ഫെഡറിക് ആണ്. അപ്പോൾ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ചിത്തരഞ്ജൻ ദാസ് ആണ്. CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ്. 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്വരാജ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സുരാജിനെ കണക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ മലയാളം ഫിലിം ആക്ടർ ആയിട്ടുള്ള സുരാജിനെ കണക്ട് ചെയ്ത് വെച്ചു. അപ്പൊ സുരാജ് എന്ത് ചെയ്യാണ്? ഒരു പാർട്ടി നടത്തുകയാണ് അല്ലെ? ഒരു പാർട്ടി നടത്തുകയാണ്. അപ്പൊ എന്താണ് കൊടുത്തിട്ടുള്ളത്? ചത്തമത്തിയാണ് എല്ലാവർക്കും കൊടുത്തത്. ഫുഡായിട്ട് എന്താ കൊടുത്തത്? ചത്തമത്തി. അപ്പൊ ചത്ത എന്നതിൽ നിന്ന് ചിത്തരഞ്ജൻ കണക്ട് ചെയ്തു. ചിത്തരഞ്ജൻ ദാസ്. മത്തി എന്നതിൽ നിന്ന് മോത്തിലാൽ നെഹ്റുവും കണക്ട് ചെയ്തല്ലോ. മോത്തിലാൽ നെഹ്റു. അപ്പൊ ചിത്തരഞ്ജൻ ദാസും CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നുകൊണ്ടാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അപ്പോ ചിത്തരഞ്ജൻ ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ്. പ്രഥമ സെക്രട്ടറി ആയിരുന്നു മോത്തിലാൽ നെഹ്റു. ഇനി നോക്കൂ, ലോക അഹിംസാ ദിനമായി ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലെ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അപ്പൊ ലോക അഹിംസാ ദിനമായിട്ട് ഒക്ടോബർ 2 ആഘോഷിച്ചു തുടങ്ങിയിട്ടുള്ളത് ഏത് വർഷം മുതലാണ് എന്ന് ചോദിച്ചാൽ അത് 2007 ആണ്. 2007 മുതലാണ്. ഇന്ത്യയിൽ നീളമേറിയ കടൽ തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കുറവ് ചോദിച്ചാൽ ഏതാണ്? കുറവ് കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു? ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു? 78 പേരാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 1885 രൂപീകൃതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് ചോദിക്കാറുണ്ട്. അത് 72 ആണ്. 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പൊ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം 78 സന്നദ്ധ പ്രവർത്തകരായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്നാണ് അല്ലെ? ഇന്ത്യയിൽ നിന്ന് എന്താണ് ചട്ടിയും കലമൊക്കെ ആയിട്ട് പോവാൻ വേണ്ടി പറഞ്ഞു എന്ന രീതിയിൽ അല്ലെ? ചട്ടിയും കലമൊക്കെ ആയിട്ട് ഇന്ത്യ വിട്ടുപോവാൻ പറഞ്ഞു എന്ന രീതിയിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പഠിച്ചു വെക്കാലോ. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? യുദ്ധവും സമാധാനവും ആരുടേതാണ്? ലിയോ ടോൾസ്റ്റോയ്. അപ്പൊ എങ്ങനെ ഓർക്കാം? അപ്പൊ യുദ്ധം ഉണ്ടെങ്കിൽ എന്താണ്? സമാധാനം അല്ലെ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ യുദ്ധം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സമാധാനം താഴ്ന്നിരിക്കും എന്ന രീതിയിൽ ഒരു കണക്ഷൻ കൊടുക്കാം. അപ്പൊ യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ടോൾ എന്നതിൽ നിന്ന് ടോൾസ്റ്റോയ്. കണക്ട് ചെയ്ത് വെക്കാലോ. യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയുടെ കൃതിയാണ്. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് വി വിശ്വനാഥനാണ്. കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള ആദ്യ മലയാളിയാണ് വി വിശ്വനാഥൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ഇനി ഭരണഘടനാ സമിതി എന്നാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? 1947 ജൂലൈ 22 ജൂലൈ 22 പതാകയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. ദേശീയ
പതാകയ്ക്ക് ഭരണഘടനാ സമിതി അംഗീകാരം നൽകിയിട്ടുള്ളത് 1947 ജൂലൈ 22 ISROയുടെ പ്രഥമ ചെയർമാൻ 1969 രൂപീകൃതമായ ISROയുടെ പ്രഥമ ചെയർമാൻ ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായ്.